ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ചുരിദാറിൻ്റെ ടോപ്പ് ലൈനിങ് വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതൊരു ബനാറസി മെറ്റീരിയലാണ്. ലൈനിങ്ങിലാണ് നമ്മൾ എല്ലാ മെഷർമെൻറ്റും കൊടുത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ആ ലൈനിങ് മെയിൻ തുണിയുടെ മേലെ വെച്ചിട്ട് അതേ മെഷർമെൻറ്റിൽ വേണം നമുക്ക് മെയിൻ തുണി കട്ട് ചെയ്തെടുക്കാൻ. ലൈനിങ്ങിൻ്റെ വീതി നമുക്ക് 44 ഇഞ്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈനിങ് ഇതുപോലെ വീതിക്ക് തന്നെയാണ് മടക്കിയിടുന്നത്. നമ്മുടെ മെയിൻ ടോപ്പിൻ്റെ ലെങ്ത്തിൽ നിന്ന് 2-3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുത്താൽ മതി. ഇനി വീതി ഞാനിവിടെ 15 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ ടോപ്പിൻ്റെ താഴ്ഭാഗത്തെ വിരിവിനനുസരിച്ചിട്ടാണ് നമ്മൾ വീതി എടുക്കേണ്ടത്. ഇതുപോലെ ലൈനിങ്ങിൻ്റെ ഒരു സൈഡിൽ നിന്നും ഇങ്ങോട്ട് 15 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ആ ലൈനിലൂടെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. അതിനുശേഷം നമുക്ക് ഇതേ മെഷർമെൻറ്റിൽ തന്നെ ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി രണ്ടും കൂടി ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ 4 മടക്കിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതിലും നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൽ ബോർഡർ വരുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് ഫ്രണ്ട് പീസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇതിലെ ഡിസൈൻ വരുന്ന ഭാഗമുണ്ടല്ലോ, ഈ ഡിസൈനെല്ലാം മേലേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ ബാക്ക് സൈഡിൽ ഈ ഡിസൈൻ താഴേക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്ക് പോർഷൻ്റെ ഡിസൈൻ മേലേക്ക് വരുന്ന രീതിയിൽ നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. തുണിയെ നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ മെഷർമെൻറ്റൊക്കെ കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ തുണിയെ 2 മടക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം. സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് കട്ടിങ് കൊടുക്കാം. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ട് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കാം. അതായത് ഡിസൈൻ മേലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ലൈനിങ്ങിൽ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് വെച്ചു. മെയിൻ പീസിലും നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് എടുത്തിട്ട് അതിൽ നമ്മുടെ മെഷർമെൻറ്റുകൾ കൊടുക്കാം. ഇനി 2 ലൈനിങ്ങും നമുക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മേൽഭാഗത്തായിട്ട് ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് ഒരു മാർക്കിംഗ് കൊടുക്കാം. ഷോൾഡർ വന്നിട്ട് 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് 7 ഇഞ്ച്. എന്നാൽ ഇവിടെ ബാക്ക് നെക്ക് ഞാൻ ഒരു 4.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷോൾഡർ ഒരു 1/2 ഇഞ്ച് മൈനസ് ചെയ്ത് 6.5 ഇഞ്ചാണ് എടുക്കുന്നുള്ളൂ. അവിടെ നിന്നും താഴേക്ക് ആം ഹോൾ നമുക്ക് 7 ഇഞ്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്യാം. ആം ഹോൾ അവസാനിക്കുന്ന ഭാഗത്താണ് ചെസ്റ്റ് സൈസ് കൊടുക്കേണ്ടത്. ചെസ്റ്റ് റൗണ്ട് വന്നിട്ടുള്ളത് 42 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം എടുക്കുമ്പോൾ 10.5 ഇഞ്ച്. അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ഇഞ്ച് ലൂസ് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഇനി ചെസ്റ്റിന് താഴെ ഷേപ്പ് വരുന്ന ഭാഗത്തേക്കുള്ള ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അത് മേലെ നിന്നും 14 ഇഞ്ചും കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്തെ വണ്ണം നോക്കാം. ചെസ്റ്റ് സൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 10.5 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 മൈനസ് ചെയ്യാം. അപ്പോൾ 9.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഇനി ഹിപ്പ് ലെങ്ത്ത് 21 ഇഞ്ചും 1/2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇനി 19, 20, 21, 22 ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണം വരുന്നത് 44 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം എടുക്കുമ്പോൾ 11. കൂടെ 1/2 ഇഞ്ച് ലൂസും കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ചാണ് പിന്നെ നമ്മൾ സ്ലിറ്റിന് വേണ്ടി കൊടുക്കുന്നത്. അത് നമുക്ക് 3/4 ഇഞ്ച്, 1 ഇഞ്ച്, 1.25, 1.5 ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇനി ടോപ്പിൻ്റെ താഴ്ഭാഗത്തെ വീതി നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹിപ്പ് സൈസ് ആണോ
അതോ ചെസ്റ്റ് സൈസാണോ ഏറ്റവും കൂടുതലെന്ന് നോക്കണം. ഏത് മെഷർമെൻറ്റാണോ കൂടുതൽ അതേ മെഷർമെൻറ്റ് തന്നെയാണ് ഇവിടെ താഴ്ഭാഗത്ത് എടുക്കേണ്ടത്. ഞാൻ എടുക്കുന്നത് ഹിപ്പ് സൈസ് തന്നെയാണ്, അതായത് 11 ഇഞ്ചാണ് എടുക്കുന്നത്. കൂടെ 1 ഇഞ്ച് നമ്മൾ സ്ലിറ്റിന് വേണ്ടിയും എടുക്കുന്നുണ്ട്. ഇനി താഴ്ഭാഗത്ത് നല്ല വിരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ കൂടുതലെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ ലൈനിലൂടെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അടുത്ത ലൈനാണ് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ വരുന്നത്. അതിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് നെക്കിൻ്റെ അകലം നോക്കാം. ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഒരു 1/2 ഇഞ്ച് ഷോൾഡറിലേക്ക് ഇതുപോലെ ഒരു സ്ലോപ്പ് കൊടുക്കാം. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കാം. ഞാൻ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് 4.5 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ബോക്സ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള യു നെക്കാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാം. ആം ഹോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. അതിൻ്റെ പകുതി, അതായത് 3.5-ൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെസ്റ്റിലേക്കാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെയും നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആം ഹോൾ കർവ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ബാക്ക് ആം ഹോളാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ നമ്മൾ ബാക്ക് ആം ഹോൾ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബാക്ക് നെക്കും കട്ട് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോളും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ആവശ്യത്തിന് മാത്രം നമുക്ക് മടക്കി കൊടുക്കാം. കാരണം ബാക്കി വരുന്ന പോർഷനിൽ നിന്ന് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് എടുത്തിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സെയിം മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ബിഗിനേഴ്സിനൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ 1 ഇഞ്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ലാസ്റ്റ് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള 2 പീസുകളാണിത്. ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ആ സൈഡിൽ ഒന്ന് ലെവൽ ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 ഇഞ്ച് വീതിക്ക് ഇതുപോലെ 2 സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് ലൈനിങ്ങിൽ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്നാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 12 ഇഞ്ച് ലെങ്ത്താണ് കിട്ടുക. ഇനി അതിൽ കൂടുതൽ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷം 12 ഇഞ്ചിന് ശേഷം നമുക്ക് എക്സ്ട്രാ പീസ് വെച്ച് ജോയിൻ ചെയ്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേ 2 സ്ലീവിനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു.
രണ്ട് സ്ലീവിനുള്ള ലൈനിങ് നമ്മൾ ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 18.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 17 ഇഞ്ച് ലെങ്ത്ത് സ്ലീവിന് കിട്ടും. അതുപോലെ തന്നെ വീതി എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. അതിനുശേഷം നമ്മൾ ഈ സൈഡ് ഒന്ന് ലെവൽ ചെയ്ത് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ 3.5യിലേക്ക് മേലേന്ന് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഈ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മേലേന്നൊരു 1.5 ഇഞ്ച് നമുക്കൊന്ന് വിട്ടു കൊടുക്കാം. എന്നിട്ട് ആം ഹോൾ കർവിനെ ഇതുപോലെ തിരിച്ചു വെച്ച് കൊടുക്കാം. ഇനി ആ പോയിന്റിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യാനായിട്ട് ആം ഹോൾ കർവിനെ ഇതുപോലെ ഇങ്ങോട്ടേക്കും തിരിച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് 1/4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. മേലെ 1/2 ഇഞ്ചിലും താഴെ 1/4 ഇഞ്ചിലുമാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് 1.5 ഇഞ്ച് വരുന്നുണ്ട്. അതാണ് നമ്മുടെ സീം അലവൻസ് വരുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് മാർക്ക് ചെയ്യാം. അത് വന്നിട്ടുള്ളത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി, അതായത് 6 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ് വെച്ചിട്ട് നല്ല തുണിയിൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് എക്സ്ട്രാ പീസ് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. നെക്ക് നമ്മൾ ചെയ്യുന്നത് ക്യാൻവാസ് വെച്ചിട്ടാണ്. 3.5 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളവുമാണ് ഫ്രണ്ട് നെക്കിനുള്ളത്. അതുപോലെ തന്നെ 4.5 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയാണ് ബാക്ക് നെക്കിന് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള 2 പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ ചീത്ത ഭാഗത്ത് നമ്മൾ ക്യാൻവാസിൻ്റെ സ്മൂത്തായ ഭാഗം വെച്ചിട്ട് മീഡിയം ചൂടിൽ നമുക്ക് അയൺ ചെയ്തെടുക്കാം. രണ്ടും അതുപോലെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചുറ്റിലും ഒരു 1/2 ഇഞ്ച് തുണി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മടക്കി ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിൽ മേൽഭാഗത്തായിട്ട് നമുക്കൊരു നോച്ചും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമുക്ക് ക്യാൻവാസും വെച്ച് കൊടുക്കാം. ക്യാൻവാസിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 പീസും ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കാം. അതായത് നല്ല പീസ് വെച്ച് കൊടുത്തു, അതിൻ്റെ മേലെ ലൈനിങ് വെച്ചു, അതിൻ്റെ മേലെ ക്യാൻവാസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചുറ്റിലും പിൻകുത്തി കൊടുക്കാം. അതിനുശേഷം ക്യാൻവാസിൻ്റെ അരികിലൂടെ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ളിലൂടെ നമുക്ക് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് നീക്കിയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലെ നെക്കിന് ചുറ്റും വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നെക്കിന് ചുറ്റിലും നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് നല്ല പോലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്യാൻവാസ് നമ്മൾ ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും ഉള്ളിലായിട്ടാണ് വന്നിട്ടുള്ളത്. പുറത്തേക്ക് ഒട്ടും തന്നെ കാണാത്ത രീതിയിലാണ് ഉള്ളത്. ശേഷം നമുക്ക് നെക്കിൻ്റെ അരികിലൂടെ ആയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ക്യാൻവാസ് ഒട്ടും തന്നെ വെളിയിലേക്ക് കാണില്ല. ഇനി നമ്മൾ ക്യാൻവാസും ലൈനിങ്ങും കൂട്ടിയിട്ട് ഇതുപോലെ ക്യാൻവാസിൻ്റെ താഴ്ഭാഗത്തു കൂടെ നെക്കിനു ചുറ്റിലും ഓരോ സ്റ്റിച്ച് കൊടുക്കാം. ബാക്ക് നെക്ക് നമ്മൾ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ആദ്യം തന്നെ ലൈനിങ് വെച്ചു, അതിൻ്റെ മേലേക്ക് നല്ല പീസ് വെച്ച് കൊടുത്തു. നല്ല പീസിൻ്റെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചു. എന്നിട്ട് നമ്മൾ ക്യാൻവാസ് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തു. നമ്മൾ മെയിൻ പീസിലും ക്യാൻവാസിലൊക്കെ സെൻറ്ററിൽ നോച്ചിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ആ പോയിൻ്റ് തന്നെ കറക്റ്റായിട്ട് നോക്കി വെച്ചാൽ മതി. അപ്പോൾ പിന്നെ നെക്കിന് ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോകില്ല. എന്നിട്ട് നെക്കിന് ചുറ്റിലും ഇതുപോലെ പിൻകുത്തി കൊടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ അരികിലൂടെ, അതായത് ക്യാൻവാസിൻ്റെ അരികിലൂടെ നമുക്ക് നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം ഉൾഭാഗത്ത് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, ഉള്ളിൽ ഇതുപോലെയാണ് വന്നിട്ടുണ്ടാകുക. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യാൻവാസും നമ്മളെ ലൈനിങ്ങും ചേർത്തിട്ട് മെയിൻ തുണിയിൽ കൊള്ളാതെ നമുക്കൊന്ന് താഴ്ഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം.
എന്നാൽ ബാക്ക് നെക്കിന് ഇപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് ബോർഡറിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് വരുന്ന ഒട്ടും തന്നെ കാണത്തില്ല. ഇനി സ്ലീവിൻ്റെ നല്ല ഭാഗത്തേക്ക് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ലൈനിങ്ങിനെ ഉള്ളിലാക്കി ഇതുപോലെ തിരിച്ചിടാം. ശേഷം നമുക്ക് അരികിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് കൊടുത്തു. ഇനി ബാക്കി 3 സൈഡ് ഉണ്ടല്ലോ, ആ ഭാഗത്തും കൂടി നമുക്ക് ഓരോ സ്റ്റിച്ച് കൊടുക്കാം. അതായത് ലൈനിങ്ങും മെയിൻ പീസായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് പീസ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ലൈനിങ് ഉള്ളിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഉൾഭാഗത്തേക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് പീസിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം രണ്ടിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഉൾഭാഗത്തേക്ക് വെച്ചിരിക്കുന്ന ലൈനിങ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് പിൻകുത്തി കൊടുക്കാം. അതിനുശേഷം 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. മറ്റേ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ലൈനിങ് ആദ്യം ഉള്ളിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ മേലേക്ക് വെച്ചിട്ട് ലൈനിങ് കൊണ്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പിൻകുത്തി കൊടുത്തിട്ട് അതിനുശേഷം 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 2 ഷോൾഡറും 1/2 ഇഞ്ച് വീതം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. 2 സ്റ്റിച്ച് വീതം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഡ്ജ് ഉണ്ടല്ലോ, 2 സൈഡിലെയും എഡ്ജ്, അത് നമുക്കിതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഭാഗം ബൾജ് ചെയ്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ട് ഇതുപോലെ നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം. ഈ ഭാഗത്ത് ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം സ്ലീവിൻ്റെ നല്ല ഭാഗവും ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗം ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അവിടെ സ്റ്റിച്ചിങ് വരുന്നുണ്ടല്ലോ, ആ ഭാഗത്താണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് ആദ്യം അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സെൻറ്ററിൽ വന്നിട്ട് അടുത്ത സൈഡും ഇതുപോലെ തന്നെ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിന് നല്ല ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് 2 ടക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബാക്ക് സൈഡിലെ സെൻറ്റർ പോർഷൻ ഇതുപോലെ നോക്കിയിട്ട് നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കാം. അതിനുശേഷം 2 സൈഡിലേക്കും 4 ഇഞ്ച് വീതമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ടക്ക് തുടങ്ങുന്നത് ഷോൾഡറിൽ നിന്നും താഴെ 10.5 ഇഞ്ചിലാണ്. അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നത് 18 ഇഞ്ചിലാണ്. ആ ഭാഗത്തും നമുക്കിതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്നും അപ്പുറത്തെ സൈഡിലേക്കും 4 ഇഞ്ചിൽ നമുക്കൊരു ലൈൻ വരച്ചിട്ട് 10.5 to 18 വരെ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ആ ലൈനിലാണ് നമ്മൾ ടക്ക് കൊടുക്കേണ്ടത്. നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് മേലേന്ന്, അതായത് 10.5-ൽ നിന്ന് നമുക്ക് ഒരു പോയിന്റിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ. സെൻറ്ററിലെത്തുമ്പോൾ നമുക്കൊരു 4 ഇഞ്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഫിനിഷ് ചെയ്യേണ്ടതും ഒരു പോയിന്റിലായിരിക്കണം. അങ്ങനെ 2 സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തു, അതുപോലെ തന്നെ സ്ലീവും അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ടോപ്പിൻ്റെ സൈഡാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. സ്ലീവ് തുടങ്ങി ഹിപ്പ് വരെയുള്ള ഭാഗം നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. സ്ലീവ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 6 ഇഞ്ചാണ്. അങ്ങനെ 6 ഇഞ്ചിൽ നിന്ന് നേരെ നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റിലേക്ക് വരാം, അവിടെ നിന്ന് താഴെ വേസ്റ്റിലേക്ക്, പിന്നെ ഹിപ്പിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ വിട്ടിട്ടുണ്ട്. ആ 1.5 ഇഞ്ചിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹിപ്പ് വരെ കൊണ്ടുവരാം. എന്നിട്ട് ആ ഭാഗത്ത് കെട്ടിട്ട് കൊണ്ട് നമുക്ക് നിർത്താം. ഇതുപോലെ 2 സൈഡിലും ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് കെട്ടിട്ട് കൊണ്ട് നിർത്താം.
അടുത്തതായിട്ട് നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചാണ് സ്ലിറ്റിന് വേണ്ടി വിട്ടിട്ടുള്ളത്. എന്നിട്ട് ആ സ്ലിറ്റിൻ്റെ ആ ഭാഗം തുടങ്ങി താഴ്ഭാഗം വരെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ലൈനിലൂടെ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. ലൈനിങ്ങും മെയിൻ തുണിയും ഒന്നിച്ച് മടക്കി ഇതുപോലെ നമുക്ക് പിൻകുത്തി കൊടുക്കാം. എന്നിട്ട് താഴ്ഭാഗത്തു നിന്നാണ് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. താഴ്ഭാഗത്തെ തുണിയും ഇതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും മെയിൻ തുണിയും കൂടി കൂട്ടിയിട്ട് 1 ഇഞ്ചിൽ ഇതുപോലെ മടക്കി പിൻകുത്തി കൊടുക്കാം. ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് താഴേന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി മറ്റേ സൈഡിൽ അവസാനിക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ സ്ലിറ്റിൻ്റെ അവിടെ മടക്ക് അവസാനിക്കുന്ന ആ ഭാഗത്തു നിന്ന് നിർത്തിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് കടക്കാം. എന്നിട്ട് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് വി പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ ഒരു വി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഒരു മടക്കും കൂടി മടക്കാനുണ്ട്. അത് ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അവിടുന്ന് നമുക്ക് ഒന്നും കൂടി ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അരികിലൂടെ നമുക്കൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് പിൻകുത്തി കൊടുക്കാം. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ, അതിന് ഒരു 1/2 ഇഞ്ച് മേലെ വേണം രണ്ടാമത്തെ സ്റ്റിച്ച് കൊണ്ടുവരാൻ. എന്നിട്ട് നമുക്കിതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക. താഴ്ഭാഗത്തും മേൽഭാഗത്തും ഒരു മാർക്കിംഗ് കൊടുക്കുക. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ടായിരിക്കും. ഇതുപോലെ താഴെ നിന്ന് തന്നെ നമുക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഈ ഭാഗത്തെത്തുമ്പോൾ നമ്മൾ നേരത്തെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ 1/2 ഇഞ്ച് മേലേക്ക്, ആ മാർക്കിങ്ങിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഈ സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കടക്കാനായിട്ട്. ഒട്ടും തന്നെ ചുളിവുകളൊന്നും വരാതെ നല്ല നീറ്റായിട്ട് തന്നെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് സൂചി കുത്തി നിർത്തുക, നമ്മളെ ഫുട്ട് പൊന്തിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് തുണിയൊന്ന് ഇതുപോലെ ടേൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫുട്ട് താഴ്ത്തി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ഇനി ഈ സൈഡിലേക്ക് കടന്നതിന് ശേഷം പിന്നെ നമ്മൾ സൂചി കുത്തി നിർത്തുക, ഫൂട്ട് പൊന്തിച്ചു കൊടുക്കുക, തുണി നമുക്കൊന്ന് ഇതുപോലെ ടേൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൂട്ട് താഴ്ത്തി നമുക്ക് താഴ്ഭാഗം വരെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമുക്ക് ടോപ്പിൻ്റെ താഴ്ഭാഗത്തും ആദ്യം 1/2 ഇഞ്ച് മടക്കുക, അതിനുശേഷം 1/2 ഇഞ്ച് കൂടി മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.